ഗൈസ്, ഈ ഒരു വീഡിയോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് FC ഗോവ മത്സരത്തിൻ്റെ ഒരു മാച്ച് പ്രിവ്യൂ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഫസ്റ്റ് ഫേസിൽ ഷീൽഡ് റേസിൽ മുന്നിൽ നിന്നിരുന്ന രണ്ട് ക്ലബ്ബുകളാണ്. പക്ഷേ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ അത്ര മികച്ചതല്ല എന്നുള്ളത്. എങ്കിലും ടോപ്പ് 5 തന്നെയുണ്ട്. അവസാനത്തെ 3 മത്സരങ്ങൾ ഇരു ക്ലബ്ബുകൾക്കും ജയിക്കാനായില്ലെങ്കിലും FC ഗോവ 4ാം സ്ഥാനത്തും കേരള ബ്ലാസ്റ്റേഴ്സ് 5ാം സ്ഥാനത്തുമാണുള്ളത്. സോ KBSയെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ച് തന്നെയാണ്. കാരണം ഈ ഒരു മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ ഗോവയ്ക്ക് മുകളിലേക്ക് വരാം. ഇപ്പം ടോപ്പ് 6 തന്നെ ഒരു ഫൈറ്റ് വരുന്നുണ്ട്. താഴെ ജംഷഡ്പൂരും നോർത്ത് ഈസ്റ്റും ഒക്കെ തമ്മിൽ ആ ഒരു ഫൈറ്റ് വരുന്നുണ്ട്. ഈസ്റ്റ് ബംഗാൾ ആണെങ്കിലും ചിലപ്പോൾ ഞെട്ടിക്കാനൊക്കെയുള്ള സാധ്യതകൾ അവിടെ കിടക്കുന്നു എന്നുള്ളത്. ഫസ്റ്റ് ലെഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC ഗോവയ്ക്കെതിരെ വളരെ നിരാശപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അതിനെപ്പറ്റി സംസാരിച്ചിട്ടുള്ളതുമാണ്. എനിവേ, ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു അൺബീറ്റൺ ആയിട്ടൊക്കെ നിന്നിരുന്ന ഗോവയുടെ അവസ്ഥയാണ് ഇപ്പോൾ ലാസ്റ്റ് 3 മാച്ചായിട്ട് വിജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. അവരുടെ ഒരു പ്രധാനപ്പെട്ട താരം, അത് അവരുടെ വിക്ടർ റോഡ്രിഗസ് പോയത് തന്നെയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് എന്നുള്ളതാണ്. ഇപ്പോൾ സന്ദേശ് സിംഗിൻ്റെ ഒരു പോയത് പ്രശ്നം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു വിക്ടറിൻ്റെ ഒരു വിടവാണ് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് പറയേണ്ടത്. അതിലും ബൊർഹായറെ എത്തിച്ചിട്ടുണ്ട്, അദ്ദേഹം സെറ്റായി വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചപ്പോൾ ലാസ്റ്റ് 3 മാച്ച് തോറ്റു. ഈ തോറ്റ മത്സരത്തിൽ പോലും വളരെ മോശം, അതായത് കണ്ടിരിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു പ്രകടനം തന്നെയാണ് നടത്തിയത്. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ഡിഫറെൻറ്റ് റീസൺസ് ഒക്കെ നമ്മൾ പലതായി ഒക്കെ പറഞ്ഞിട്ടുള്ളതുമാണ്. എന്നാൽ ഗോവയെ സംബന്ധിച്ചിടത്തോളം അവർ 3 മത്സരങ്ങൾ തോറ്റെങ്കിലും അവർ അത്യാവശ്യം ഡീസൻ്റായിട്ട് കളിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ഗോൾ സ്കോറിംഗ് ആണ് ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. പലപ്പോഴും ആ ഒരു ആദ്യത്തെ ഇതിൽ പോലെ അങ്ങോട്ട് സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നം എന്നുള്ളത്. ഇപ്പം ഏതായാലും ഇനി ഇരു ടീമുകളുടെയും ഒരു എക്സ്പെക്റ്റഡ് 11 ഒന്ന് നമുക്ക് നോക്കാം. ഞാൻ കോച്ചസിൻ്റെ ഒന്നും പ്രീ മാച്ച് കോൺഫറൻസ് ഒന്നും കണ്ടിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നേരത്തെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇന്നലെ തന്നെ എനിക്ക് കൊച്ചിയിലേക്ക് ഇന്ന് ട്രാവൽ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഏതായാലും ആദ്യം നമുക്ക് FC ഗോവയുടെ നോക്കുന്ന സമയത്ത് ഒരു 4-2-3-1 ഫോർമേഷനിൽ ഗോൾ കീപ്പറായിട്ട് ഹർഷദീപ് സിംഗ്, സെൻട്രൽ ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഒഡയോണിൻ്റെയൊപ്പം നിംദോർജി ആയിരിക്കും വരിക. റൈറ്റ് ബാക്കിൽ സെർട്ടൻ, ലെഫ്റ്റ് ബാക്കിൽ ജയ്ഗുപ്ത, ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ കാൾ മഖ്യൂം, ആയിഷ് ചേത്രിയുമായിരിക്കും. ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് ബോർഹ ഹെരേര, ലെഫ്റ്റിൽ ബ്രാൻഡൻ, റൈറ്റിൽ ബോറിസ് ആൻഡ് സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ കാർലോസ് മാർട്ടിനസ് എന്നിവരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നൊരു സമയത്ത് 4-4-2 ഫോർമേഷനിൽ ഗോൾ കീപ്പറായിട്ട് സച്ചിന് പകരം കരൺജിത്ത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. അതുപോലെ തന്നെ സെൻട്രൽ ബാക്സ് പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് മിലോസ് ആൻഡ് ഹോമിപ്പാം എന്നിവരെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. റൈറ്റ് ബാക്കിൽ സന്ദീപ്, ലെഫ്റ്റിൽ നവോച്ച ആൻഡ് മിഡ്ഫീൽഡേഴ്സ് എന്ന നിലയിൽ ജീക്സൺ സിംഗ് ആൻഡ് ഡാനിഷ് ഫെറൂഖ് എന്നിവർ. ലെഫ്റ്റിൽ എയ്മൻ ആൻഡ് റൈറ്റിൽ ഡൈസുക്കെ സക്കായി. ഒരു സെൻട്രൽ ഫോർവേഡ് എന്ന നിലയിൽ ദിമി തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആൻഡ് ഒരു സെക്കൻഡ് സ്ട്രൈക്കർ റോളിൽ ഫെഡോറു ആയിരിക്കും. സോ ഇതാണ് എൻ്റെ ഒരു പ്രഡിക്ഷൻ. സോ എന്താണെങ്കിലും ഈ ഒരു മത്സരത്തിലും ലെസ്കോവിച്ച് കളിക്കില്ല എന്നുള്ളതാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ദിമി കളിക്കുമോ എന്നുള്ള സംശയങ്ങളുണ്ട്, അദ്ദേഹം തിരിച്ചെത്തും എന്നുള്ളതാണ്. അതാണ് ഇടുന്നത്. അതർവൈസ് ജസ്റ്റിൻ ആ ഒരു ഇതിലേക്ക് വരും. പിന്നെ എൻ്റെ ഒരു പേഴ്സണലി ഉള്ള ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിലോസ് ആണ് കളിക്കുന്നതെങ്കിൽ പ്രീതത്തെ ആ ഒരു CB റോൾ കളിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പം പൊതുവെ കോച്ച് CB റോളിലല്ല, ഒരു RB റോളിലാണ് പ്രീതത്തെ പരിഗണിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് തന്നെയാണോ റീസൺ എന്നുള്ളത്. ഇനിയും ഏഷ്യ കപ്പ് കഴിഞ്ഞാൽ ഇനി ആ റീസൺ എന്താണെന്നുള്ളത് ഐ ഡോണ്ട് നോ. ഏതായാലും എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായും കമ്പോസ്റ്റ് കഴിഞ്ഞാൽ